Hi. Today we'll be seeing what is called a steam nozzle. What is a steam nozzle? That is what we are going to study today. My name is Jay Shankar. I'm a faculty with Mechanical Engineering with MES College of Engineering and Technology, Kunnugara. So basically, before studying what is called as nozzle itself, we must know what are different types of two things or the classification. One is a nozzle and another one is the diffuser. So ഈ രണ്ടെണ്ണത്തിനാണെങ്കിലും ഒരു ചേഞ്ച് ഇൻ പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് ഈ രണ്ടും. നോസിലെ വെലോസിറ്റി കൂടുന്നു, പ്രഷർ കുറയുന്നു. whereas in diffusers വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, അതിന് കണക്കാക്കിയിട്ട് പ്രഷർ എന്ത് ചെയ്യും, കൂടും. Normally, next we are going to see what is the general equation behind the nozzle. The first law of thermodynamics പറയുന്നത് Q minus W is equal to delta of the change in energy. ഈ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ഇഫ് ദ പ്രോസസ് ഇസ് അഡിയബാറ്റിക്, ക്യൂ എന്ന് പറയുന്ന സാധനം സീറോ, അതായത് ഇത് സീറോ. ഷാഫ്റ്റ് വർക്ക് ഒന്നുമില്ല, വെറുതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ കമ്പോണന്റ് സീറോ. വിത്ത് നോ ചേഞ്ച് ഇൻ ഡാറ്റം, ഹൈറ്റിന് വ്യത്യാസം വരുന്നില്ല, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്താവും, സീറോ. അപ്പോ പിന്നെ ബാക്കി ലീവ് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. ഈ ചേഞ്ച് ഇൻ എച്ച് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു H2 മൈനസ് H1 ആണ്. വേർ എച്ച് സ്മോൾ എച്ച് എന്ന് പറയുന്ന സാധനം സ്പെസിഫിക് എൻതാൽപ്പി ആകുന്നു, പ്ലസ് എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയറിന്റെ ചേഞ്ച് ഇസ് ഈക്വൽ ടു സീറോ. എം രണ്ടിടത്ത് കോമൺ ആണ്, ഞാൻ എടുത്തു കളഞ്ഞു, അതാണ് അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് ഈസ് H2 മൈനസ് H1 പ്ലസ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്തായി, സീറോ ആയി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 വിൽ ബി ഈക്വൽ ടു H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അതായത് ഒരു ഫ്ലോയില്, അതായത് അഡയബാറ്റിക് ആയിട്ട് ഷാഫ്റ്റ് വർക്ക് ഇല്ലാത്ത, ഹൈറ്റിന് വ്യത്യാസമില്ലാത്ത ഒരു ഫ്ലോയിൽ 1, 2 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾക്കിടയിൽ എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഘടകം സെയിം ആണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ദാറ്റ് ഈസ് എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദാറ്റ്സ് ആൻ ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി. വി കൂടിയാൽ എച്ച് എന്ത് ചെയ്യണം, കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എച്ച് കുറയണം. തിരിച്ച് എച്ച് കൂടിയാൽ വി കുറയണം. ഇത് വൈസ് വേഴ്സ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ അങ്ങോട്ട് കൂടുതലായിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ള സാധനമാണ് സോണിക് വെലോസിറ്റി. വാട്ട് ഇസ് കോൾഡ് സോണിക് വെലോസിറ്റി ഓർ ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രൂവ് ചെയ്യാനുള്ളത്. അതിന്റെ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. ആ ഇക്വേഷൻ നമുക്ക് പിന്നീട് ചില സ്ഥലങ്ങളിൽ ആവശ്യം ഉണ്ടാകാറുണ്ട്. നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്ന് അറിയാം. മാസ് ഫ്ലോ റേറ്റ് അറ്റ് 2 points ആർ ദ സെയിം ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ. ദാറ്റ് ഈസ് M1 ഡോട്ട് വിൽ ബി ഈക്വൽ ടു M2 ഡോട്ട്, മുകളിൽ തന്നേക്കുന്ന ഫിഗർ അനുസരിച്ച്. ദാറ്റ് ഈസ് ρ1 A1 into small a1 will be equal to ρ2 A2 into small a2. ഈ സ്മോൾ എ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നാണ് വിളിക്കുക. സിൻസ് ഏരിയ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ മുകളിലത്തെ സാധനത്തിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1ഉം 2ഉം, ഈ മുകളിൽ 1ലെ 2ലെ പാരാമീറ്റർ വാല്യൂസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റോ പ്ലസ് ഡി റോ into A plus dA will be equal to rho into A into small a. That is rho plus d rho into A plus dA is equal to rho into A. Capital A ഞാൻ എടുത്ത് കളഞ്ഞു, രണ്ട് സെയിം ആയതുകൊണ്ട്. That is ഈ എക്സ്പ്രഷനെ എനിക്ക് dA plus rho A plus rho into dA is equal to 0 എന്ന് എഴുതാം. That is rho into A will be equal to minus of rho into dA. That is dA will be equal to minus of A by rho into d rho എന്ന് വരും. ഇത് rho ആണ്. For momentum equation we have force F is equal to the change in pressure into area is equal to minus of delta M into A. ഈ കമ്പോണന്റ് കൂടെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരു സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ P into A minus P plus dP into A is equal to M into ബ്രാക്കറ്റിൽ A plus dA minus A. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ A into dP will be equal to minus of M into dA.
That is dA will be equal to minus of AdP divided by M. That is dA will be equal to minus of AdP divided by M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാണ് rho into A into small a. That is dA will be equal to minus of dP by rho A. അതിനെ ഞാൻ എക്സ്പ്രഷൻ 2 ആക്കി. ഈ ഒന്നാമത്തെ എക്സ്പ്രഷൻ A into d rho by rho എന്ന് പറയുന്നതും ഈ dA is equal to minus of dP by rho A എന്ന് പറയുന്നതും dA തന്നെയാണ്. അപ്പോൾ ഈ 1 ഉം 2 ഉം കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ minus of dP by rho A is equal to minus of rho into d rho by rho. That is A square is equal to dP by d rho എന്ന് കിട്ടിയിരുന്നു. അതായത് A എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് dP by d rho. ഈ എക്സ്പ്രഷൻ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്, എക്സ്പ്രഷൻ 3. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മളിവിടെ പഠിക്കുന്ന പ്രോസസ് എല്ലാം എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ദാറ്റ് ഈസ് പി ബൈ റേസ് ടു ഗാമ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയമാണ്, സ്പെസിഫിക് വോളിയമാണ്. അപ്പൊ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/ρ ആയിരിക്കും. അങ്ങനെയാണ് മുകളിൽ കാണുന്ന എക്സ്പ്രഷന് പി ബൈ റോ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ പറഞ്ഞ പി ബൈ റോ റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് പാർഷ്യലി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന പി ഇൻറ്റു മൈനസ് ഓഫ് ഗാമ റോ റേസ് ടു മൈനസ് ഗാമ മൈനസ് 1 ടു ഡി റോ പ്ലസ് റോ റേസ് ടു മൈനസ് ഗാമ ഇൻറ്റു ഡി പി ഇസ് ഈക്വൽ ടു 0. ഈ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി പി ബൈ ഡി റോ എന്ന് പറയുന്ന സാധനം പി ഗാമ ബൈ റോ എന്ന് വരും. പക്ഷേ ഡി പി ബൈ ഡി റോ എന്ന് പറയുന്ന സാധനം പി ഗാമ ബൈ റോ ആണ്. പക്ഷേ ഈ പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ρ ആണല്ലോ. അപ്പോൾ ഈ പി ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്ന സാധനം ആർ ടി ആണ്. ദാറ്റ് ഈസ് ഡി പി ബൈ ഡി റോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി ഇൻറ്റു ഗാമ, അതായത് ഗാമ ഇൻറ്റു ആർ ഇൻറ്റു ടി. പക്ഷേ ഈ ഡി പി ബൈ ഡി റോ എന്ന് പറയുന്ന സാധനം എ ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പ്രഷൻ 3ഉം എക്സ്പ്രഷൻ 4ഉം കൂടെ ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ we can see that A will be equal to root of gamma into R into T. This is the expression of velocity of sound in any medium. Next, we will see what is called Mach number. Mach number is defined as the ratio of the velocity of the object to the velocity of the sound in the same medium. M, the Mach number, is equal to the velocity of the object by velocity of sound, that is V divided by A. M in the value ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ അതിനെ സബ്സോണിക് എന്ന് വിളിക്കും. വി എമ്മിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ സോണിക് എന്നും, എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനെ സൂപ്പർസോണിക് എന്നും വിളിക്കും. നെക്സ്റ്റ് വി ഗോ ഓൺ വിത്ത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നോസൽസ്. ഹൗ ആർ നോസൽസ് ക്ലാസിഫൈഡ്? ഫോർ ദാറ്റ് വി വിൽ ടേക്ക് ദ എനർജി ഇക്വേഷൻ. നമുക്കറിയാം h പ്ലസ് വി സ്ക്വയർ ബൈ 2 എന്താണ്? ഞാനിവിടെ h0 എന്ന് എഴുതിയുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് h0 ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് h0 എന്ന് വിളിക്കുന്നത്. സോ h പ്ലസ് വി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ സാധനം ഞാനങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ h dh ആവും. വി എന്ന് പറയുന്നത് വി സ്ക്വയർ എന്ന് പറയുന്നത് 2v dv ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 0. ഈ എക്സ്പ്രഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ dh ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് v ഇൻറ്റു dv എന്ന് കിട്ടും. ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് ഇക്വേഷൻ 1. So we have from the second law of thermodynamics that dq will be equal to dh minus capital V dp. That is dh minus dp into v എന്ന് പറയുന്ന സാധനം 1/ρ ആയി കണ്ടോ. സോ dh minus dp by rho. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ് അല്ലേ. അപ്പൊ q എന്താവണം? 0 ആവണം. So 0 will be equal to dh minus dp by rho. That is dh is equal to dp by rho. അതിനെ ഞാൻ എക്സ്പ്രഷൻ 2 ആക്കി. ഈ എക്സ്പ്രഷൻ 1ഉം എക്സ്പ്രഷൻ 2ഉം dh തന്നെയാണ് പറയുന്നത്, dh ആണ് കാണിക്കുന്നത്. അപ്പൊ 1ഉം 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് v ഇൻറ്റു dv ഇസ് ഈക്വൽ ടു dp ബൈ റോ. ദാറ്റ് ഇസ് dv വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് dp ബൈ റോ ഇൻറ്റു v. ഇതിനെ ഒരു v കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന dv ബൈ v വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് dp ബൈ റോ v സ്ക്വയർ. ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് എക്സ്പ്രഷൻ 3. Now we have from the continuity equation റോ ഇൻറ്റു എ ഇൻറ്റു വി ഒരു കോൺസ്റ്റന്റ് അല്ലേ ആണ്. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് അതിനെ ലോഗറിതമിക് അപ്പുറത്തും ഇപ്പുറത്തും എടുത്തു. അതായത് ലോൺ റോ, ലോൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗറിതം, ലോൺ റോ പ്ലസ് ലോൺ എ പ്ലസ് ലോൺ ബി ഇസ് ഈക്വൽ ടു ലോൺ എം. എം ഒരു കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് ലോൺ എമ്മും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ ഞാൻ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ലോഗറിതമിക് ഡിഫറൻഷിയേഷൻ എന്ന് പറയും. ഡി റോ ബൈ റോ പ്ലസ് ഡി എ ബൈ എ പ്ലസ് ഡി ബി ബൈ ബി ഇസ് ഈക്വൽ ടു 0. ഇതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും
separate ചെയ്ത് കഴിഞ്ഞാൽ dA by A will be equal to minus of dV by V minus of d rho by rho എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടേമിൽ നിന്നും ഒരു dV by V ഞാൻ അങ്ങ് പുറത്തെടുത്തു. അപ്പൊ ബാക്കി എന്ത് വരും? ഈ ടേം ഒരു മൈനസ് ഓഫ് ഡി റോ ബൈ റോ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു വി ബൈ ഡി വി മൈനസ് 1. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു വി ബൈ ഡി വി ഉണ്ട്, ഇവിടെ ഒരു ഡി വി ബൈ വി ഉണ്ട്. ഈ ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി പി ബൈ റോ ബി സ്ക്വയർ ആണ്. അപ്പൊ വി ബൈ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് റോ ബി സ്ക്വയർ ബൈ ഡി പി. അതുതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഡി വി ബൈ വി കിട്ടി. ബ്രാക്കറ്റിനകത്ത് ഡി റോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി പി മൈനസ് 1 എന്ന് കിട്ടി. ഈ മുകളിൽ കിടക്കുന്ന ഡി റോ എന്ന് പറയുന്ന കമ്പോണന്റിനെ ഞാൻ താഴെ കൊണ്ടുവന്നാണ് ഇതായി കാണുന്നത്. അപ്പൊ താഴെ ഡി പി ബൈ ഡി റോ ആയില്ലേ ഇത്. പക്ഷെ ഡി പി ബൈ ഡി റോ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു ഡി പി ബൈ ഡി റോ എ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ടേക്കിംഗ് ഇറ്റ് ബാക്ക് ഡി പി ബൈ ഡി റോ ഇതാ ഇവിടെ എ സ്ക്വയർ ആക്കി കൊടുത്തു. അപ്പോ ഡി എ ബൈ എ വിൽ ബി ഈക്വൽ ടു ഡി വി ബൈ വി ഇൻറ്റു വി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1. ഈ വി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എം അല്ലേ? അപ്പൊ വി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം സ്ക്വയർ. സോ എക്സ്പ്രഷൻ വിൽ ബി ഈക്വൽ ടു ഡി എ ബൈ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ വി ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1. ഈ ഇക്വേഷനെ ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നോസിൽസ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ചെയ്യുന്നത് രണ്ട് കമ്പോണൻസ് ആക്കും. ഡി എ ബൈ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ വി എന്ന ഒരു കമ്പോണന്റ് ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1 എന്ന മറ്റൊരു കമ്പോണന്റ്. ഓക്കെ, ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് നമുക്ക് ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതാണ് ഈ കാണുന്നത്. ഈ എക്സ്പ്രഷന്റെ ആദ്യത്തെ ടേം നോസിലാണോ ഡിഫ്യൂസർ ആണോ എന്നുള്ളതനുസരിച്ച്, ഒരു നോസിലാണെങ്കിൽ ഡി വി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഡി വി ബൈ വി പോസിറ്റീവ് ആയിരിക്കും. ഇനി അതൊരു ഡിഫ്യൂസർ ആണെങ്കിൽ അതിൽ വെലോസിറ്റി കുറയുന്ന ഡിവൈസ് അല്ലേ, അപ്പൊ ഡി വി നെഗറ്റീവ് ആയിരിക്കില്ലേ? വെലോസിറ്റി കുറയുന്നതുകൊണ്ട്. അപ്പൊ ഡി വി ബൈ വി നെഗറ്റീവ് ആയിരിക്കും ഡിഫ്യൂസറിന്. നമുക്ക് ഡിഫ്യൂസറോടെ പഠിക്കാനില്ല, പറഞ്ഞാണ്. ഇനി എം സ്ക്വയർ മൈനസ് 1 എന്ന കമ്പോണന്റ് എം ലെസ് ദാൻ 1 സബ്സോണിക് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഇത്. എം ഗ്രേറ്റർ ദാൻ 1 സൂപ്പർസോണിക് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഒരു സബ്സോണിക് നോസിൽ എങ്ങനെ ഇരിക്കും എന്നാണ്. ഡി വി ബൈ വി എന്ന കമ്പോണന്റ് എന്താണ്? നോസിൽ ആയതുകൊണ്ട് പോസിറ്റീവ്. എം സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞത് സബ്സോണിക് ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പൊ ഡി എ ബൈ എ എന്ന് പറയുന്നത് ഇതിന്റെയും മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സോ ഒരു പോസിറ്റീവിനെ മൈനസിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നെഗറ്റീവ് കിട്ടി. അതായത് ഡി എ ബൈ എ എന്തായിരിക്കണം? നെഗറ്റീവ്. അതായത് ഡി എ എന്താവണം? നെഗറ്റീവ്. ചേഞ്ച് ഇൻ ഏരിയ നെഗറ്റീവ് ആണെങ്കിൽ ഏരിയ കുറയല്ല വേണ്ടത്, ആസ് ദ ഫ്ലോ ടേക്സ് പ്ലേസ്. അപ്പൊ ഏരിയ കുറയുന്ന ഒരു സാധനം, അതാണ് കൺവർജന്റ് നോസിൽ എന്ന് പറയും. ഇനി ഇതിന്റെ ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. സബ്സോണിക് ആയതുകൊണ്ട് ഇൻപുട്ട് എന്തായാലും എന്തായിരിക്കും? സബ്സോണിക് ആയിരിക്കും, എം ലെസ് ദാൻ 1. അതിൽ നിന്നും കൂടുതലായിരിക്കും എന്ത്? ഔട്ട്ലെറ്റിലെ മാക് നമ്പർ. പക്ഷെ അത് എത്ര കൂടിയാലും സബ്സോണിക് നോസിലല്ലേ, എം ഈക്വൽ ടു 1 വരെ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം എത്തിക്കാൻ കഴിയുള്ളൂ. അടുത്തത് ലെറ്റ് us go with the supersonic nozzle. Again ഡി വി ബൈ വി നോസിലായതുകൊണ്ട് പോസിറ്റീവ്. എം സ്ക്വയർ മൈനസ് 1 എന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ? സൂപ്പർസോണിക് ആയതുകൊണ്ട്. നൗ ഡി എ ബൈ എ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഹെൻസ് ഡി എ ബൈ എ ഈസ് another പോസിറ്റീവ് വൺ. നൗ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡൈവർജന്റ് എന്ന് വിളിക്കാം നമ്മളിതിനെ. അപ്പൊ ഡൈവേർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർസോണിക് ആണ്. അപ്പൊ ഇവിടെ എം ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഇവിടെയോ അതിൽ നിന്നും കൂടുതലുള്ള സാധനമായിരിക്കും. അപ്പൊ ഈ ഔട്ട്ലെറ്റിലെ മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1ഉം ഇൻലെറ്റിലെ മാക് നമ്പർ മിനിമം 1 ആകുകയും വേണം. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ. So this is how you classify a nozzle according to this equation. This dA by A is equal to dV by V into m square minus 1. Now we will go to the expression for derivation of the exit velocity of the nozzle. We have h plus v square divided by 2 is equal to 0 alla, or a constant. So just a mistake. Just take care of that.
So I can write, if I'm taking 2 points 1 and 2, h1 plus v1 square by 2 will be equal to h2 plus v2 square by 2. While v2 square by 2 is equal to h1 minus h2 plus v1 square divided by 2 എന്ന് എഴുതാം. അതിൽ v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? root of 2 into h1 minus h2 plus v1 square divided by 2. Nozzle increases the velocity of the flow and thus the exit velocity will be very high compared to the inlet velocity value, and hence the inlet velocity value can be neglected. അതായത് ഈ v2 എന്ന് പറയുന്ന സാധനം v1 എന്ന് പറയുന്ന സാധനത്തെക്കാൾ വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ v1 നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ഞാൻ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്തായി? v2 will be equal to root of 2 into h1 minus h2 ഉള്ളൂ. ഓക്കെ, അതില് h എന്ന് പറഞ്ഞാൽ എന്താണ്? cp into t അല്ലേ? cp into t. ഡെൽറ്റ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cp into ഡെൽറ്റ t എന്ന് പറയും. സ്മോൾ m എടുക്കേണ്ട ആവശ്യമില്ല, ഇത് സ്പെസിഫിക് എൻതാൽപ്പിയാണ്. അപ്പോ റൈറ്റ് v2 as root of 2 into cp പുറത്തെടുത്തു into t1 minus t2. പക്ഷെ cp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gamma into r divided by gamma minus 1 ആണ്. Thus v2 will be equal to root of 2 into cp ക്ക് പകരം gamma r by gamma minus 1 into t1 minus t2. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ആറിനെ ഞാൻ അകത്തെടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ കാണുന്നത്. കണ്ടോ? ആർ ടി വൺ മൈനസ് ആർ ടി ടു ബ്രാക്കറ്റിനകത്ത്. അടുത്തത് പി ഇൻറ്റു വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി എന്ന്. നമുക്ക് നോസിൽസിൽ പലപ്പോഴും ഇതുപോലത്തെ ഇക്വേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വി നോർമലി ഡോണ്ട് ടേക്ക് things in terms of temperature, but we'll be taking things in terms of pressure rather than temperature, and obviously ഉണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ വെലോസിറ്റി. സോ ഈ ആർ പി വി ഇസ് ഈക്വൽ ടു ആർ ടി, ശരിക്കും പറഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി ആണ്. ഈ എമ്മിനെ ലെഫ്റ്റ് കൊണ്ടുവന്ന വി ബൈ എം എന്ന് പറയും. അതിനെയാണ് ഈ വി എന്ന് എഴുതുന്നത്. ഇറ്റ്സ് കോൾഡ് സ്പെസിഫിക് വോളിയം, വി ബൈ എം. സോ പി വി ഇസ് ഈക്വൽ ടു ആർ ടി. അപ്പം ആർ ഇൻറ്റു ടി വൺ എന്ന് പറയുന്നത് പി വൺ വി വൺ, ആർ ഇൻറ്റു ടി ടു എന്ന് പറയുന്നത് പി ടു വി ടു. അപ്പൊ നാച്ചുറലി പി ടു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു പി വൺ വി വൺ മൈനസ് പി ടു വി ടു. ഇതിനകത്ത് പി വൺ വി വണ്ണിനെ ഞാൻ അങ്ങ് പുറത്തെടുക്കും. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചോദിക്കും പി ടു വി ടുവിനെ പുറത്തെടുത്തൂടെ? പി ടു വി ടു എന്ന് പറഞ്ഞ എക്സിറ്റ് കണ്ടീഷനാണ്. എക്സിറ്റ് കണ്ടീഷൻസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു സാധനത്തിനകത്തേക്ക് കൊടുക്കുന്ന വാല്യൂസ് നമുക്ക് അറിയാമായിരിക്കും, പുറത്തേക്ക് എടുക്കുന്ന വാല്യൂസ് സ്ഥിരമായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പൊ നമുക്ക് ഇൻലെറ്റ് കണ്ടീഷൻസ് നമ്മൾ പുറത്തെടുത്തു. അപ്പൊ പി വൺ വി വൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് പി ടു ഡിവൈഡഡ് ബൈ പി വൺ ഇൻറ്റു വി ടു ഡിവൈഡഡ് ബൈ വി വൺ വന്നു. അടുത്ത ഈ വി ടു ബൈ വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഐസെൻട്രോപിക് ആണ്. അതുകൊണ്ട് പി വൺ ബൈ പി ടു റേസ്റ്റ് 1 ബൈ ഗാമയാണ്. അപ്പോ ഈ എക്സ്പ്രഷനിലെ വി ടു ബൈ വി വണ്ടെ സ്ഥാനത്ത് പി വൺ ബൈ പി ടു റേസ്റ്റ് 1 ബൈ ഗാമ എന്ന് കൊടുത്തു. സോ വി ടു വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഗാമ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു പി വൺ വി വൺ. അത് തന്നെയാണ് താഴേക്കും പോയേക്കണം. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പവർ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പ്രഷൻ ബിക്കംസ് വി ടു വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു പി വൺ വി വൺ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് പി ടു ബൈ പി വൺ ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ. ഈ പി ടു ഡിവൈഡഡ് ബൈ പി വൺ എന്ന് എഴുതിയേക്കുന്ന ഈ സാധനത്തിന് നമ്മൾ പ്രഷർ റേഷ്യോ എന്ന് പറയും. പലപ്പോഴും നമ്മൾ ഈ പ്രഷർ റേഷ്യോ ടേംസിൽ എടുക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇൻലെറ്റ് കൊടുക്കേണ്ട ഒരു പ്രഷർ ഉണ്ട്, അതിൽ നിന്നും എനിക്ക് മറ്റൊരു പ്രഷറിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ പലപ്പോഴും ഉള്ള ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചു കഴിയുമ്പോൾ ഐഡിയൽ ആണെങ്കിൽ നമുക്കൊരു ടെമ്പറേച്ചർ കിട്ടും. ഐഡിയൽ ഒരിക്കലും കിട്ടാറില്ല പക്ഷെ. അപ്പൊ ടെമ്പറേച്ചർ ക്യാൻ വേരി. അപ്പോൾ ആക്ച്വൽ വാല്യൂസിൽ നിന്നും വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? പ്രഷർ റേഷ്യോയുടെ ടേംസിൽ എടുക്കുള്ളൂ, റാദർ ദാൻ ടേക്കിംഗ് തിങ്സ് ഇൻ ദ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. മാസ് ഫ്ലോ റേറ്റ് അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. എം ഡോട്ട് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു വി ആണ്. എം ഡോട്ട് ഡിവൈഡഡ് ബൈ എ. എം ഡോട്ട് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്, അത് മാറില്ല. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടു, നോസിലോ അല്ലെങ്കിൽ ഡിഫ്യൂസറോ സബ്സോണിക്കോ സൂപ്പർസോണിക്കോ ആകുമ്പോൾ അതിന്റെ ഏരിയ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ എ മാറുന്നതുകൊണ്ട് എം ഡോട്ട് മാറിയില്ലെങ്കിലും എം ഡോട്ട് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ഈ കമ്പോണന്റ് മാറും. അതാണ് ഞാൻ എം ഡോട്ട് ബൈ എ എടുത്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഇൻറ്റു വി ആണ്. അപ്പൊ എക്സ്റ്റേണൽ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സിറ്റ് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്ത എം ഡോട്ട് ഡിവൈഡഡ് ബൈ എ ടു വിൽ ബി ഈക്വൽ ടു റോ ടു വി ടു. ദാറ്റ് ഈസ് എം ഡോട്ട് ഡിവൈഡഡ് ബൈ എ ടു വിൽ ബി ഈക്വൽ ടു റോ ടു ഇൻറ്റു വി ടു. ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ, ഇൻറ്റു വി ടു. ആ വാല്യൂ എടുത്ത് എഴുതി. ദാറ്റ് ഈസ് 2 ഗാമ ബൈ ഗാമ മൈനസ് 1
into P1 V1 into 1 minus P2 by P1 the whole raised to gamma minus 1 divided by gamma. Okay. So നമുക്കറിയാം rho എന്ന് പറഞ്ഞാൽ 1 by V ആണ്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ മിക്കവാറും നമ്മൾ നേരത്തെ ഇക്വേഷനിലും കണ്ട് നമ്മൾ റോ എടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ V മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ കിടക്കുന്ന ഒരു റോ ടുവിനെ ഞാൻ ഇവിടെ എന്താക്കി V2 ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതായത് 1 by V2. ഇനി V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 into P1 by P2 the whole raised to 1 by gamma. എന്തുകൊണ്ട്? ഐസെൻട്രോപിക് ആണ് ഫ്ലോ. അപ്പോൾ അടുത്ത ടേമിൽ ഞാൻ എന്ത് ചെയ്യും? m dot divided by a എഴുതുമ്പോൾ ഇവിടെ റോ 2 ആയിരുന്നത് അടുത്ത ടേമിൽ എന്തായി? 1 by V2 ആയി. അടുത്തതിൽ വരുമ്പോൾ എന്തായി? ഈ V2 പകരം ഈ ടേം ഇവിടെ കൊടുത്തു. ബാക്കിയെല്ലാം സെയിം ആണ്. അടുത്തതില് what I am doing is ഈ V1 into P1 by P2 raised to 1 by gamma എന്ന് പറയുന്ന സാധനം റൂട്ടിനകത്തേക്ക് എടുക്കും. അപ്പൊ ഈ V1 എന്താവും? V1 സ്ക്വയർ ആവും. P1 by P2 raised to 1 by gamma, P1 by P2 raised to 2 by gamma ആവും. ഉണ്ടാവും. അടുത്തത് what happens is അതിനെ ഞാൻ ഈ ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കും. അപ്പൊ ഇതേപോലെ വരും അല്ലേ? ഇനി ആ V1 ഞാൻ അങ്ങ് പുറത്തെടുത്ത് കട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ആസ് m dot divided by a2 will be equal to root of 2 gamma by gamma minus 1 into P1 divided by V1 into P2 by P1 raised to 2 by gamma minus P2 by P1 raised to gamma plus 1 divided by gamma. Gamma plus 1 divided by gamma. അതായത് ഇത് gamma minus 1 by gamma, ഇവിടെ gamma plus 1 by gamma. This is the expression for mass flow rate per unit area in a nozzle. Next, we are going to study the condition for maximum flow rate. നമ്മൾ നേരത്തെ പറഞ്ഞു m dot by a എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് അല്ല, അതിന്റെ വാല്യൂ മാറാം. അപ്പോൾ അങ്ങനെ മാറി അത് എപ്പോഴാണ് മാക്സിമം ആവുന്നത് അല്ലെങ്കിൽ മാക്സിമം അതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള അതിന്റെ കണ്ടീഷൻ മാത്രമേ നോക്കാനുള്ളത്. ക്രിട്ടിക്കൽ ആണോ എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. m dot divided by a will be equal to എനിക്കറിയാം root of 2 gamma by gamma minus 1 into P1 V1 ബ്രാക്കറ്റില് ഞാൻ k raised to 2 by gamma minus k raised to gamma plus 1 by gamma എന്ന് എഴുതി. ഈ എക്സ്പ്രഷൻ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ P2 by P1 ഞാൻ എന്താക്കി? k എന്ന് കൊടുത്തു എളുപ്പത്തിന് വേണ്ടി. പക്ഷെ കണ്ടീഷൻ ഫോർ മാക്സിമം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം ഇപ്പൊ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ഉണ്ടെങ്കിൽ അതിന്റെ വേരിയബിൾ വെച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. ഇവിടെ ഇപ്പൊ വേരിയബിൾ ആരാ? ഈ എക്സ്പ്രഷൻ നോക്കിയാൽ ഗാമ മാറില്ല, P1 മാറില്ല, P2 മാറില്ല. പിന്നെ മാറുന്ന ആരാണ്? P2 by P1 മാത്രമേ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതായത് k മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റാൻഡ് അലോൺ ആയിട്ട് കോൺസ്റ്റൻസ് ആണ്. അപ്പോ d by dk of m dot divided by a will be equal to എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് d by dk of ഈ സാധനം. അപ്പൊ അതിനകത്ത് കോൺസ്റ്റൻസ് 0 ഈക്വൽ ടു 0 ആയതുകൊണ്ട് എടുത്ത് കളഞ്ഞു. ബാക്കിയുള്ളത് മാത്രമാണ് ഈ ചെയ്തേക്കുന്നത്. ഉണ്ടല്ലേ? 2 by gamma k raised to 2 by gamma minus 1 minus gamma minus 1 divided by gamma into k raised to gamma plus 1 divided gamma plus 1 by gamma minus 1. ഇത് മൈനസ് അല്ല പ്ലസ് ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കറക്റ്റ് പ്ലസ് ആണ്. ഓക്കെ, അവസാനത്തെ ഇക്വേഷൻ സെയിം ആണ്. It can be reduced and k will be equal to 2 by gamma minus 1 the whole raised to gamma by gamma minus 1 is equal to P2 by P1. ഇതാണ് എന്ത്? മാക്സിമം ഫ്ലോ റേറ്റിന്റെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഉണ്ടാവുന്നത് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ. ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? m equal to 1 വരുന്ന ഒരു കണ്ടീഷനാണ്. അതിപ്പോ നിങ്ങൾ പഠിക്കാനായിട്ടുള്ള അത് ഇങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇനി ചിലപ്പോൾ അത്യാവശ്യം വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. സം വാല്യൂസ് ആർ ഗിവൺ. ഗാമയുടെ വാല്യൂ 1.135 ആണ് സാച്ചുറേറ്റഡ് സ്റ്റീമിന്, 1.3 ആയിരിക്കും സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്. ഈ ഗാമയുടെ വാല്യൂ ഇതുവരെ ഈ സ്റ്റീമിന്റെ ഒന്നും പഠിച്ചിട്ടില്ല. പ്രോബ്ലി നിങ്ങൾ കൂടുതലായിട്ട് എടുത്തേക്കുന്ന ഗാമ വാല്യൂസ് എല്ലാം എയറിന്റെ ആണ്. ഗാമ ഈക്വൽ ടു 1.4 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വാല്യൂ തന്നേക്കുന്നത്. അടുത്തത് വാട്ട് ഇസ് കോൾഡ് നോസൽ എഫിഷ്യൻസി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു സാധനം തന്നെയാണ്. There are losses associated with the nozzle due to the irreversibility. This contributes to losses in the nozzle. It is the ratio of the actual enthalpy drop to the theoretical enthalpy drop.
അതാണ് ഈ താഴെ കാണുന്നത്. ഞാൻ ഒന്നും കൂടെ ഇത് കാര്യമായിട്ട് പറഞ്ഞുതരാം. മുമ്പ് ഞാനിതൊന്ന് ഒരു HS ഡയഗ്രാമാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ HS ഡയഗ്രത്തിനകത്ത് ഇതാണ് ഒരു പ്രഷർ P1. ഈ താഴെ കാണുന്ന ലൈനാണ് P2 എന്ന പ്രഷർ. അണ്ടർസ്റ്റാൻഡ്? ഇതുണ്ട് 1, 2. ഇത് 1 ആണ്, ഇത് 2 ആണ്. ഇതാണ് ഐസെൻട്രോപിക് ആയിട്ടുള്ള ലൈൻ, വെർട്ടിക്കൽ ആയിട്ട് പോകണം. ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇറവേഴ്സിബിലിറ്റി ഉള്ളത് കാരണം ലൈൻ മാറി ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ലക്ഷ്യം എന്താണ്? P1 എന്ന പ്രഷറിൽ നിന്നും P2 എന്ന പ്രഷറിലേക്ക് എത്തിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ P2ലേക്ക് എത്തിക്കും. പക്ഷെ വിചാരിച്ചത്ര എൻതാൽപി ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. അത്രയ്ക്ക് എങ്ങനെ എൻതാൽപി ഡ്രോപ്പ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര എൻതാൽപിയുടെ വ്യത്യാസം അവിടെ ഉണ്ടാവും. ആ ഡ്രോപ്പ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ആ സാധനം, ആ ഡിഫറൻസ്, അതാണ് ലോസ് എന്ന് പറയുന്നത്. സോ ദ തിയററ്റിക്കൽ enthalpy drop associated with this process is given by H1 minus H2, and the actual enthalpy drop associated is called H1 minus H2A. The nozzle efficiency is equal to H1 minus H2 2A divided by H1 minus H2. That is actual divided by theoretical. Okay. Now, next we move on to what is called metastable flow or supersaturated flow. Metastable flow എന്ന് പറഞ്ഞാൽ സാധാരണ 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. In a nozzle in which a superheated steam is being expanded, the process of condensation should start at the saturated vapor line. It is observed that the actual process of condensation is delayed and it starts only at a point well below the line. This contributes to a new line which is similar to the saturated vapor line where the actual process of condensation starts. This new line is called the Wilson line and the phenomenon is called metastable bar supersaturated flow. വേറൊന്നുമില്ല, ഇതൊരു 1 എന്ന പോയിന്റ് ആണ്. ആ 1 എന്ന പോയിന്റിന് ഐസെൻട്രോപിക് ആയിട്ട് ഞാൻ ഇതിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ കുറയുകയും തന്മൂലം ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ, 2 എന്ന പോയിന്റ് എത്തുമ്പോൾ അത് കണ്ടൻസ് ചെയ്ത് തുടങ്ങും. ആ മുകളിലത്തെ പോയിന്റ് ആണ് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. അപ്പൊ വേപ്പർ ലൈനിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ലിക്വിഡിന്റെ ട്രേസസ് അതിനകത്ത് ഉണ്ടാവണം. പക്ഷെ ആക്ച്വൽ പോയിന്റ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ പോകുമ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കണ്ടൻസേഷൻ, പക്ഷെ സ്റ്റാർട്ട് ചെയ്യില്ല. അത് പിന്നെയും കുറച്ചും കൂടി ഡിലേ ചെയ്ത് താഴെ മറ്റൊരു പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പല പല പോയിന്റ്സിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് an array of collection of points which lies almost parallel to the saturated vapor line is obtained, and this line is called what? Wilson line. ഈ പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സൂപ്പർ സാച്ചുറേറ്റഡ് ഫ്ലോ ഓർ മെറ്റാസ്റ്റേബിൾ ഫ്ലോ എന്ന് വിളിക്കും. ഓക്കെ, നൗ വി ഹാവ് ടു സീ വാട്ട് ദ നോസിൽസ് വർക്കിംഗ് ഇൻ ഓഫ് ഡിസൈൻ വാല്യൂസ്. ഡിസൈൻ ചെയ്ത വാല്യൂസിൽ നിന്നും മാറി ഒരു നോസിൽ വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ചില സമയത്ത് ഈ നോസിൽസ് മാത്രമായിട്ട് പഠിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നാം. ഈ P/P0 എന്ന് പറയണതിൽ ഈ P0 എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ പഠിച്ചില്ല, മാക്സിമം ഫ്ലോ റേറ്റ് വരുന്ന സ്ഥലത്തുള്ള വാല്യൂ ആണ്. മാക്സിമം ഫ്ലോ റേറ്റ് വരുന്ന സ്ഥലത്ത് മാക് നമ്പർ 1 ആയിരിക്കും. അപ്പോ ഒരു നോസിൽ, ഒരു സബ്സോണിക് നോസിലാണ്. സബ്സോണിക് നോസിൽ അല്ലെങ്കിൽ ഡൈവർജൻസ് സെക്ഷൻ എന്ന് പറയും. ഈ ഡൈവർജൻസ് സെക്ഷനിൽ നിങ്ങൾ അറിയേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഡൈവർജൻസ് സെക്ഷൻ, ഇതിപ്പോ എന്ത് നോസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സോണിക് നോസിലാണെന്ന് പറയാൻ പറ്റും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫ്ലോ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതൊരു സബ്സോണിക് ഫ്ലോയും നോസിലും അതർവൈസ് എന്തായിരിക്കും, സൂപ്പർസോണിക് ഡിഫ്യൂസറും ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതൊരു ബട്ടർഫ്ലൈ വാൽവാണ്. ഈ ബട്ടർഫ്ലൈ വാൽവിനെ ഈ നടുക്ക് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കറങ്ങി ഇതിന്റെ ഓപ്പണിങ് എന്താവും, തുറക്കും. അപ്പൊ അങ്ങനെ ആദ്യം ഞാൻ അടച്ചു പിടിച്ചേക്കാണ്. അപ്പൊ ഈ ലൈനായിരിക്കും ഉണ്ടാവുന്നത്. ഇച്ചിരി ഞാൻ അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഫ്ലോ നടക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, എയർ ഇങ്ങനെ കയറുന്നു,
കയറുന്ന എയർ ആസ് ഇറ്റ് ഫ്ലോസ് അതിന്റെ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. P0 എന്ന് പറയുന്ന സാധനം മാറില്ല, പി കുറയുന്നു. ഇപ്പൊ P/P0 കുറഞ്ഞ് അതായത് വരെ എത്തി. പിന്നെ അങ്ങോട്ട് സെയിം ഇതല്ലേ, പിന്നെ മാറില്ല, കോൺസ്റ്റന്റ് ആയിട്ട് പോയി. ഇനി ഞാൻ ഈ ബട്ടർഫ്ലൈ വാൽവ് ഒന്നും കൂടെ തുറക്കും. അപ്പൊ ഉണ്ടാവുന്ന ലൈനാണ് C. ഒന്നും കൂടെ പ്രഷർ P/P0 ഒന്നും കൂടെ കുറഞ്ഞു. അടുത്തത് ഒന്നും കൂടെ കൂട്ടി അത് P0 എത്തുന്ന, അതായത് എക്സിറ്റ് കണ്ടീഷൻസിൽ P0 എത്തുന്ന അവസ്ഥയിൽ എത്തിച്ചു. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രഷർ കുറഞ്ഞ ഇവിടെ വന്നിട്ട് M=1 ആയി. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വേറൊരു ഇതിലേക്ക് പോയിട്ട് തിരിച്ച് നോർമലൈസ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ പോകും. ഇനി ഇത് തന്നെ ഒരു സൂപ്പർസോണിക് നോസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സബ്സോണിക് നോസിൽ, അത് മാക് നമ്പർ 1 വരെ എത്തിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഇരിക്കുന്ന ഒരു സൂപ്പർസോണിക് നോസിലാണ്. നേരത്തെ പോലെ ഇത് അടച്ചു പിടിച്ചേക്കുന്നു. ലൈന് A ആണ്. കുറച്ച് ഞാനൊന്ന് തുറന്നു കഴിയുമ്പോൾ ഇതുവഴി ഫ്ലോ ചെയ്ത് ഇവിടെ വരുമ്പം, ഈ നടുക്ക് വരുമ്പം മാക് നമ്പർ 1 എത്തുന്നില്ല, കുറച്ചേ ഫ്ലോ ഉള്ളൂ. അപ്പം P എന്ന് പറയുന്ന സാധനം കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പ്രത്യേക P എത്തി. പക്ഷെ മാക് നമ്പർ 1 വന്നാൽ മാത്രമേ ഈ സെക്ഷൻ സൂപ്പർസോണിക് ആവുള്ളൂ, സൂപ്പർസോണിക് നോസിൽ ആവുള്ളൂ. അല്ലെങ്കിൽ അത് സബ്സോണിക് ഡിഫ്യൂസർ ആവും. ഡിഫ്യൂസറിനകത്ത് എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കുറയുന്നു, പ്രഷർ കൂടുന്നു. അപ്പൊ ഈ കുറഞ്ഞ പ്രഷർ മൊത്തം എന്തിലും പിന്നെയും കൂടുന്നു. ഒന്നും കൂടെ ഞാൻ ഈ ബട്ടർഫ്ലൈ വാൽവ് തുറന്നു. അപ്പൊ ഒന്നും കൂടെ കാര്യമായിട്ട് മാസ് ഫ്ലോ റേറ്റ് ഉണ്ടാവുകയും തന്മൂലം പ്രഷർ ഡ്രോപ്പ് കുറച്ചും കൂടെ വലുതാവുകയും ചെയ്യും. പക്ഷെ M=1 എടുക്കെത്താത്തത് കൊണ്ട് എന്ത് ചെയ്യും? The right hand section will act as again a diffuser and pressure തിരിച്ച് മുകളിലേക്ക് പോകും. ഇനി തുറന്ന് ഞാൻ ക്രിട്ടിക്കൽ ആക്കി, M=1 ആക്കാറായി. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ചില കേസുകളിൽ D എന്ന ലൈൻ ഉണ്ടായി. അതായത് ഇത് ഡിഫ്യൂസറായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഇച്ചിരി കൂടെ ഒന്ന് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ച് പിന്നെ ഇങ്ങനെ തന്നെ പോകും. അതായത് the pressure keeps on decreasing since this acts as a nozzle, that is supersonic nozzle. അപ്പോഴും ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം കാണാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ due to design errors there can something be caused called the shocks. A shock is something in which a supersonic flow is actually turned into a subsonic flow. അപ്പൊ സബ്സോണിക് ഫ്ലോ ഇവിടെ വെച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വെച്ചാണ് ഷോക്ക് ഉണ്ടാവുന്നതെങ്കിൽ സബ്സോണിക് ആയി. പിന്നെ ഇത് ഡൈവർജൻ സെക്ഷൻ അല്ലേ. അപ്പൊ പിന്നീടുള്ള സെക്ഷൻ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ഒരു ഡിഫ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ, റാദർ ദാൻ എ നോസിൽ. അപ്പൊ നാച്ചുറലി അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യണം? കൂടണം. ഇതാണ് ഈ എന്ന ലൈൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്മൂത്ത് ആയിട്ടാണ് F ആയിട്ട് താഴെ വരെ പോകാൻ പറ്റും. Okay, that's it. Thank you.